വെൽക്കം ടു അവർ ചാനൽ ന്യൂ ടേൺ ഫോർ യു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം പേപ്പറായ അക്കാഡമിക് റൈറ്റിംഗ് ആണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എക്സാം ഓറിയൻറ്റഡ് എന്ന് പറയുമ്പം അതിൽ ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എന്തായാലും പഠിച്ച് പോവണം, ഇന്ന ഏരിയാസൊക്കെ വരും എന്ന് നമുക്ക് ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കാം. അപ്പം ഏതൊക്കെയാണ് എന്ന് കുറച്ചുകൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ എക്സാം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതുകൊണ്ട് സ്പീഡ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഫോളോ ചെയ്ത് പോവുക. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, എത്ര മാർക്കാണ് എക്സാമിന് എന്ന് ടോട്ടൽ മാർക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. 80 മാർക്സിനാണ് വരിക. പിന്നെ ടോട്ടൽ ടൈം 2.5 hours ആണ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അതിൻ്റെ സീലിംഗ് എത്രയാണ് വരുന്നത്? 25 ആണ് സീലിംഗ് വരുന്നത്. അപ്പം അതിലൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ എത്ര 13 എണ്ണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 13 × 2 എത്രയാണ് വരിക? 26 വരും. അപ്പോൾ 26 എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 24 ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയാക്കി എഴുതിയാൽ 25 കിട്ടും. അപ്പം 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 13 എങ്കിലും അറ്റൻഡ് ചെയ്യണം. 2 മാർക്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഡബിൾ സെൻറ്റൻസുകൾ എഴുതുക, 4 സെൻറ്റൻസ് ഒക്കെ എഴുതുക. അപ്പം കുറച്ച് ഒരുപാട് വാരി വലിച്ചൊരു പാരഗ്രാഫിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു 4 സെൻറ്റൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക. പിന്നെ അടുത്തത് വരുന്നതാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ 5 മാർക്സ് എന്ന് പറയുമ്പോൾ 8 ക്വസ്റ്റ്യൻസ് എത്രയാണ് വരുന്നത്? സീലിംഗ് അവർ പറയുന്നുണ്ട് 35 മാർക്സ് ആണ് സീലിംഗ് വേണ്ടത്. അപ്പോൾ 7 × 5, അപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻസ് തന്നാൽ ഒരു 7 എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി എത്ര ആൻസർ ചെയ്യണം? 5 മാർക്ക് എന്നൊക്കെ പറയുമ്പം ഒരു പാരഗ്രാഫേ പാടുള്ളൂ. ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ ഒറ്റ പാരഗ്രാഫ് നിങ്ങൾ എന്താണോ റൈറ്റ് ഇൻ എ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫ് തന്നെ മതി. അത് ഒറ്റ പേജിൽ മതി. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഷീറ്റിൻ്റെ 1 സൈഡ് എഴുതുക. അതാണ് 1 പാരഗ്രാഫ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ദെൻ 10 മാർക്ക് എസ്സേ, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്ക് എന്ന് പറയുമ്പം സീലിംഗ് വരുന്നത് 20 മാർക്കാണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് 10 × 4 40 ആണ്. 40ൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി? 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ 2 × 10 20 സീലിംഗ് അവിടെ നിങ്ങൾക്ക് കിട്ടി. പിന്നെ അവിടെ എന്ത് ചെയ്യണം? എസ്സേ എഴുതുന്ന സമയത്ത് അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, 1 ബോഡി, 2nd ബോഡി, 3rd ബോഡി, അങ്ങനെയാണ് പാരഗ്രാഫ് വരുന്നത്. ദെൻ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും. എന്നാലും അക്കാഡമിക് റൈറ്റിങ്ങിൽ 8 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അക്കാഡമിക് റൈറ്റിലും ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പം ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അതിൽ വരുന്നുണ്ട് വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ് പ്രോസസ്സ് പറയുന്നുണ്ട്, അക്കാഡമിക് മെറ്റീരിയൽ ആൻഡ് നോൺ അക്കാഡമിക് മെറ്റീരിയൽ, അക്കാഡമിക് എസ്സേ, ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്, പ്ലേജറിസം, ഓണർ കോഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ്? ഈ അക്കാഡമിക് റൈറ്റിംഗ് തന്നെയാണ് ടെക്സ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്ന് നിങ്ങൾ എന്തായാലും അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. പിന്നെ ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്, പ്ലേജറിസം, ഓണർ കോഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ വാട്ട് ഈസ് എ റിസർച്ച് പേപ്പർ, വാട്ട് ഈസ് തീസിസ് ഓർ ഡിസർട്ടേഷൻ, വാട്ട് ഈസ് കേസ് സ്റ്റഡി, അപ്രോച്ചസ് ടു അക്കാഡമിക് റൈറ്റിംഗ്. അതിൽ 6 അപ്രോച്ചസ് പറയുന്നുണ്ട്. അതെന്തായാലും പഠിച്ചിരിക്കണം. റെറ്ററിക്കൽ മോഡ്സ് 9 റെറ്ററിക്കൽ മോഡ്സും പറയുന്നുണ്ട്. അടുത്തത് 3rd ചാപ്റ്റർ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെയിൻ പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്, സ്റ്റെപ്സ് ടു റൈറ്റിംഗ്, ഓഡിയൻസ് അനാലിസിസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയൻസ് അനാലിസിസ്, പ്രോസസ് ഓഫ് അക്കാഡമിക് എസ്സേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ സ്റ്റോമിങ്, അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിക്ഷണൽ നെറേറ്റീവ് ആൻഡ് നോൺ ഫിക്ഷണൽ നെറേറ്റീവ് ആണ് 4th. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെറേറ്റീവ് റൈറ്റിംഗ്, ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്, പ്രോസസ് അനാലിസിസ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ, അതാണ് 4th. ദെൻ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് AW. 5th ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. AWL എന്താണെന്ന് വരുന്നുണ്ട്, ഡിസ്കോസ് മാർക്ക്. ദെൻ വാട്ട് ഈസ് എ സെൻറ്റൻസ് എന്നൊരു
ഡെഫിനിഷൻ നിങ്ങൾ അതിലവിടെ പഠിച്ചിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്: സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ്, പാരലലിസം, വേർഡിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 6th ചാപ്റ്റർ വാട്ട് ഈസ് പങ്ക്ച്വേഷൻ, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പങ്ക്ച്വേഷൻസ്. അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് APA സ്റ്റൈൽ, MLA സ്റ്റൈൽ, ദെൻ പ്രൂഫ് റീഡിങ്. പിന്നെ വരുന്നതാണ് 7th ചാപ്റ്റർ ബുക്ക് റിവ്യൂ, പ്രോഡക്റ്റ് റിവ്യൂ, മൂവി റിവ്യൂ, റിപ്പോർട്ട്, സർവേയിങ്, ക്വസ്റ്റ്യനെയർ. ഇത്രയാണ് 7th ചാപ്റ്റർ എന്ന് പറയുമ്പം എന്താണ് ബുക്ക് റിവ്യൂ, പ്രോഡക്റ്റ് റിവ്യൂ എന്ന് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു ബുക്ക് റിവ്യൂ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ പ്രിപ്പയർ ചെയ്യാൻ, ഒരു മൂവി റിവ്യൂ പ്രിപ്പയർ ചെയ്യാൻ, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങളെ കോളേജിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ, അതൊക്കെ ഇവിടെയാണ് വരിക. ബുക്ക് റിവ്യൂ എന്ന് പറയുമ്പോൾ ബുക്ക് എന്താണ്, ഓഥറിനെ കുറിച്ചിട്ട് പറയാം, ആ ബുക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് പറയാം, പബ്ലിഷ് ചെയ്ത കാലം പറയാം, പിന്നെ അതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ തീം എന്ന് പറയാം, പിന്നെ നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇംപ്രഷനും കാര്യങ്ങളൊക്കെ പറയാം, മറ്റുള്ളവർക്ക് ഈ ബുക്ക് വായിക്കാം, സജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബുക്ക് റിവ്യൂവിൽ വരുന്നത്. അതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റ് റിവ്യൂ. ആ ചാപ്റ്റർ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞുതരാം. ദെൻ 8th ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ അവിടെ വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ CV ആൻഡ് റെസ്യൂം. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CV ആൻഡ് റെസ്യൂം ചോദിക്കാം. അല്ലെങ്കിൽ ഒരു CV പ്രിപ്പയർ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ റെസ്യൂം. ഇതൊക്കെ ഏകദേശം ഒരുപോലെയാണ്, എന്നാലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ദെൻ കോമ്പണൻസ് ഓഫ് CV, ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, കവർ ലെറ്റർ, ഇതിവിടെ പറയുന്നുണ്ട്. ഇമെയിൽ എന്താണെന്ന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇമെയിലും ലെറ്ററും, അതാണ് കുറച്ചും കൂടെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. സമ്മറീസ് ചോദിക്കാം. മെമ്മോസ്, ബ്ലോഗ്സ്, വിജറ്റ്സ്, എറ്റിക്വറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ ഇത്രയും 8th ചാപ്റ്ററിൽ വരുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു ഓവറോൾ ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കധികം വലിച്ചു കിട്ടാണ്ട് അക്കാഡമിക് റൈറ്റിംഗ് എന്ന ചാപ്റ്ററിലേക്ക്, ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇനി അക്കാഡമിക് റൈറ്റിംഗ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് ബോധം ഉണ്ടാവും. എന്നാലും നിങ്ങൾ ചില സമയത്ത് അത് സ്കിപ്പ് ചെയ്ത് പോകും, അത് പാടില്ല. എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം, ബൈ ഹാർട്ട് ആയിട്ട് ആ ഡെഫിനിഷൻ പഠിച്ചത് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അക്കാഡമിക് റൈറ്റിംഗ് ഈസ് എ ഹയർ ഓർഡർ ഓഫ് റൈറ്റിംഗ് സ്കിൽ. ഏറ്റവും ഹയർ ഓർഡറിലുള്ള ഒരു റൈറ്റിംഗ് സ്കില്ലാണ് എന്ത് എന്ന് പറയുന്നത്, അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഹയർ ഓർഡർ ഓഫ് റൈറ്റിംഗ് സ്കില്ലാണ്, അതൊരു പോയിന്റ്. ദെൻ റൈറ്റിംഗ് വിച്ച് ഇസ് ദ റൈറ്റിംഗ് ടാസ്ക് ജനറലി അസൈൻ ടു ദ കോളേജ് സ്റ്റുഡൻസ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഏതൊക്കെയായിരിക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്? എസ്സേ ആവാം, ബുക്ക് റിവ്യൂസ് ആവാം, റിപ്പോർട്ട് ആവാം, കേസ് സ്റ്റഡി ആൻഡ് പ്രോജക്ട്സ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? യൂസ് ഓഫ് ഫോർമൽ ലാംഗ്വേജ്. അവിടെ എന്താണ്? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എവിടുന്നോ പൊട്ടിമുളച്ച ലാംഗ്വേജ് എന്നല്ല, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഗ്രാമർ അങ്ങനെയുള്ള പാറ്റേൺ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു യൂസ് ഓഫ് ലാംഗ്വേജ്, അതാണ് ഫോർമൽ യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു വെൽ ഡിഫൈൻഡ് പേർപ്പസ് ഉണ്ടാവണം. എന്തിനാണ് നമ്മൾ എഴുതുക? ഇപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മളോട് പറയും ഇന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക എന്നേ പറയുള്ളൂ. അപ്പം നമുക്ക് എഴുതുന്നതിന് ഒരു വെൽ ഡിഫൈൻഡ് പേർപ്പസ് ഉണ്ടാവണം, ഓബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം. പരത്തി വാരി വലിച്ച് സബ്ജക്റ്റീവായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ കീപ് ലോജിക്കൽ ഓർഡറിങ് ഓഫ് ഐഡിയാസ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ ഇൻഫർമേഷൻ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്കൽ ഓർഡറിങ് നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ ഇറ്റ് ഈസ് ഇൻഫോമിങ് റാദർ ദാൻ എൻ്റർടൈനിങ്. മറ്റുള്ളവരെ എന്താണ് എൻ്റർടൈൻ ചെയ്യിക്കാനുള്ളതല്ല, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. പിന്നെ ഡു നോട്ട് യൂസ് കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, സ്ലാങ്സ് ആൻഡ് കോൺവെർസേഷണൽ ടോൺ, ഇതൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു കാര്യം കൂടിയുള്ളൂ, എല്ലാ സബ്ജക്റ്റിൽ പെട്ടവർക്കും എന്ത് എഴുതാം? സ്റ്റുഡൻസ് ഇൻ ഓൾ ഡിസിപ്ലിൻസ് മേ ആസ് ടു പ്രിപ്പയർ അക്കാഡമിക് റൈറ്റിംഗ്. എല്ലാ ഡിസിപ്ലിനിൽ പെട്ടവർക്കും അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്ന് എഴുതാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഗൈഡിങ് ഫോഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റെസ്പോൺസിബിൾ ആവും. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഡു നോട്ട് യൂസ് പിന്നെ എന്താണ്? ഡു നോട്ട് യൂസ് ഇൻഫർമേഷൻസ് ഫ്രം അൺറിലയബിൾ സോഴ്സസ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സോഴ്സുകളിൽ നിന്നൊക്കെ വെറുതെ എവിടുന്നെങ്കിലൊക്കെ മെറ്റീരിയൽസ് ഒന്നും കളക്ട് ചെയ്യാൻ പാടില്ല. റിലയബിൾ ആയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, നിങ്ങൾ എവിടത്തേക്കാണ്, എന്തൊക്കെയാണ് നിങ്ങളെ സോഴ്സ് എന്നൊക്കെ, ഏതൊക്കെ മീഡിയനെയാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സിനെ എടുത്ത് പറയാൻ പറ്റണം. അപ്പോൾ അക്കാഡമിക് റൈറ്റിംഗ് എല്ലാവരും പഠിച്ചല്ലോ. വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് ചോദിച്ചാൽ ഹയർ ഓർഡർ റൈറ്റിംഗ് സ്കില്ലാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ജനറലി അസൈൻ ടു ദ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ ആർക്ക് എന്തൊക്കെയാണ്, നിങ്ങൾ ഈ പഠിക്കുമ്പം റിപ്പീറ്റ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ആ പോയിന്റ്സ് ഇങ്ങനെ ഓർഡറിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? എസ്സേ റൈറ്റിംഗ് ആണ്, ബുക്ക് റിവ്യൂ ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്,
അതൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞത് എന്താ, യൂസ് ഓഫ് ഫോമൽ ലാംഗ്വേജ്. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വേർഡുകൾ ഉണ്ടാവും ഓരോ ആൻസറിലും, അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വിടുക. അപ്പം യൂണിവേഴ്സിറ്റി അവർ നിങ്ങളെ ആ ഒരു പേപ്പർ വാല്യൂഷനൊക്കെ വരുമ്പം അവരുടെ കീ വേർഡ്സൊക്കെ നിങ്ങളെ ആൻസറിൽ ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്കിട്ട് പോകാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് നിങ്ങൾ എഴുതിയ ആൻസറിനെ ക്യാച്ച് ചെയ്ത് വെക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യും. ദെൻ പിന്നെ എന്താ പറഞ്ഞത്, ഫോമൽ ലാംഗ്വേജ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ഒരു വെൽ ഡിഫൈൻഡ് പേർപ്പസ്, ചില വേർഡും ഫ്രേസൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദേ ഹാവ് വെൽ ഡിഫൈൻഡ് പേർപ്പസ് ഉണ്ടായിരിക്കും, ഓബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ്, ലോജിക്കൽ ഓർഡർ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് ഇൻഫോർമേറ്റീവ് ആണ് രാദർ ദാൻ എൻ്റർടൈനിങ് എന്ന് പറഞ്ഞു. ഡു നോട്ട് യൂസ് കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ഓർ സ്ലാങ്സ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, എല്ലാ സബ്ജക്റ്റിൽ പെട്ടവർക്കും എന്ത് എഴുതാം, അക്കാഡമിക് റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഗൈഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൈഡിങ് ഫോഴ്സ് എന്താണ്, എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം, അതാണ് ഇതിൻ്റെ ഗൈഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ്, ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, റിലയബിൾ സോഴ്സസ് എന്ന് വേണം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. പിന്നെ അക്കോർഡിംഗ് ടു അക്കാഡമിക് റൈറ്റിംഗ് എന്തൊക്കെയാണ് അതിൻ്റെ ടാസ്ക്. റൈറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലോണം പറയുന്നത് ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. പേർപ്പസ് ചോദിക്കും, സ്റ്റേജസ് ചോദിക്കും, റൈറ്റിംഗ് ടാസ്ക് എന്താണെന്ന് ചോദിക്കും. എന്തൊക്കെയാണ് റൈറ്റിംഗ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡിങ് ഇൻ റൈറ്റിംഗ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് എന്ന് ചോദിച്ചാൽ എന്താണ്, ഐഡൻറ്റിഫൈ. അപ്പം ഒരു ടാസ്ക് നല്ലോണം മനസ്സിലാക്കുക, ആ തന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും നിങ്ങളെ ആൻസറിലേക്ക് എത്തിക്കുന്ന ഹിൻസ്. അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അക്കോർഡിംഗ് ടു അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഉൾപ്പെട്ട ടാസ്ക് എന്താ, നമ്മളൊരു കാര്യം എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ടാസ്ക് ചെയ്യണം അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ. ഐഡൻറ്റിഫൈയിങ് ദ ഓഡിയൻസ്, ആദ്യം ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് നോക്കുക. ഐഡൻറ്റിഫൈയിങ് ദ ഓഡിയൻസ്, എസ്റ്റാബ്ലിഷിങ് ദ പേർപ്പസ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത് നോക്കുക. ജനറേറ്റിംഗ് ഐഡിയാസ്, നമ്മൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. ദെൻ ഓർഡറിങ് ഐഡിയാസ്, അതിന് ലോജിക്കൽ ഓർഡറിങ് വേണമെന്ന് പറഞ്ഞല്ലോ. പിന്നെ റൈറ്റിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ആദ്യം ഒരു കോപ്പി എഴുതി വെക്കുക. ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് പബ്ലിഷ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് വെറുതെ തോന്നിയ മാതിരി എഴുതിയാൽ മടി വിചാരിച്ചിട്ട് ഒരു പേപ്പർ അങ്ങ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അടുത്ത പോയിന്റ് വരുന്നത് റിവൈസിങ് ആണ്. പിന്നെ കറക്റ്റിംഗ് ദ ലാംഗ്വേജ് എറേഴ്സ്, നമുക്കറിയാം ഗ്രാമർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. ദെൻ പ്രൂഫ് റീഡിങ്, അതൊക്കെ ചെയ്തതിന് ശേഷമേ ഉള്ളൂ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പേപ്പർ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും എഴുതാനൊക്കെ പറ്റും. അപ്പോൾ അതിലെ ടാസ്ക്, അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ടാസ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, പറയുന്നത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മാറിപ്പോവരുത്. അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് ചോദിച്ചാൽ എന്താണ്, ഐഡൻറ്റിഫൈയിങ് ദ ഓഡിയൻസ്, എസ്റ്റാബ്ലിഷിംഗ് ദ പേർപ്പസ്, ജനറേറ്റിംഗ് ഐഡിയാസ്, ഓർഡറിംഗ് ഐഡിയാസ്, റൈറ്റിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, റിവൈസിങ്, കറക്റ്റിംഗ് ദ ലാംഗ്വേജ് എറേഴ്സ്, പ്രൂഫ് റീഡിംഗ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ വേറൊരു പോയിന്റ്, വൺ വേർഡ് ചോദിക്കാം. അക്കാഡമിക് റൈറ്റേഴ്സ് ആർ നോർമലി റെഫേർഡ് ടു ആസ് സ്കോളേഴ്സ്. ഇവരെ നമ്മൾ പൊതുവെ വിളിക്കുക എന്നാണ് സ്കോളേഴ്സ് ഓർ അക്കാഡമീഷ്യൻസ്, അങ്ങനെയും പറയാം. ആൻഡ് ദ റൈറ്റിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്താണ്, സ്കോളേർലി റൈറ്റിംഗ്. അവരെ റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സ്കോളേർലി റൈറ്റിംഗ് എന്ന് പറയുന്നത്. പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിന്റ്സ് ആണ് ഈ പറയുന്നതൊക്കെ. പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, അക്കാഡമിക് റൈറ്റിങ്ങിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുക, ഇറ്റ് ഹെൽപ്സ് ടു തിങ്ക് ക്രിറ്റിക്കലി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തിനൊക്കെയാണ് നമ്മളെ കേപ്പബിൾ ആക്കി എടുക്കുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു തിങ്ക് ക്രിറ്റിക്കലി, നമ്മളെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ടു ഡിസൈൻ ആൻഡ് കണ്ടക്ട് റിസർച്ചസ്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിസർച്ചസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. മാസ്റ്റർ ദ എലമെൻറ്റ്സ് ഓഫ് ഫോമൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ട് നമ്മൾക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നു. ഹെൽപ്സ് ടു ഡെവലപ്പ് ഓൾ ആസ്പെക്ട്സ് ഓഫ് റൈറ്റിംഗ്, നമ്മളെ റൈറ്റിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എൻഹാൻസ് യുവർ എബിലിറ്റി ടു റൈറ്റ് ക്ലിയർലി ആൻഡ് ലോജിക്കലി, അവിടെയാണ് നമ്മൾക്ക് റൈറ്റിംഗ് സ്കില്ല് ഉണ്ടായാൽ പോരാ, നമുക്ക് ക്ലിയർ ആയിട്ടും ലോജിക്കലായിട്ടും എഴുതാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഹയർ ഓർഡർ റൈറ്റിംഗ് സ്കില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് ക്രിറ്റിക്കലി നമ്മളെ തിങ്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, കണ്ടക്ട് റിസർച്ചസ് നടത്താൻ സഹായിക്കുന്നുണ്ട്, മാസ്റ്റർ ദ എലമെൻറ്റ്സ് ഓഫ് ഫോമൽ റൈറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സിനെ മാസ്റ്റർ ചെയ്തെടുക്കാൻ സഹായിക്കുന്നു. പിന്നെ എന്താണ്, ഹെൽപ്സ് ടു ഡെവലപ്പ് ഓൾ ആസ്പെക്ട്സ് ഓഫ് റൈറ്റിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സും മനസ്സിലാക്കാൻ പറ്റുന്നു. എൻഹാൻസ് യുവർ എബിലിറ്റി ടു റൈറ്റ് ക്ലിയർലി ആൻഡ് ലോജിക്കലി, നല്ല വ്യക്തമായിട്ടും ലോജിക്കോട് കൂടി എഴുതാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ഹൗ ടു മാസ്റ്റർ ദ ടെക്നിക്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്,
ഇനി അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹയർ ഓർഡർ റൈറ്റിംഗ് സ്കില്ലാണെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയൊക്കെ നേടിയെടുക്കാം. അപ്പം നമ്മൾ പറയില്ലേ ഇന്ന കാര്യം നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ഓരോ പ്ലാനിങ് ഉണ്ടാവും. അതേപോലെ തന്നെ അക്കാഡമിക് റൈറ്റിംഗ് എന്ന സ്കില്ല്, ഇപ്പോൾ ഒരു ഡാൻസ് എന്ന് പറയുന്ന ഫോം, ഒരു ഡാൻസ് ഭരതനാട്യം പോലുള്ള ഡാൻസ് നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് ഭരതനാട്യം പഠിക്കുകയല്ല ചെയ്യുക. അതിന് എന്തുണ്ട്, ഓരോ സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെ അങ്ങനെ കുറേ സ്റ്റേജസ് പോകുന്നുണ്ട്. അതേപോലെ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലിനെ, റൈറ്റിംഗ് സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുക അത് പഠിക്കാൻ ഒരു എളുപ്പത്തിൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുക, ഞാൻ ആദ്യം തന്നെ എന്ത് ഫ്രീ ആയിട്ട് എഴുതാൻ തുടങ്ങും. പിന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പഠിക്കണം, അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്കില്ല് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ എഴുതാൻ തുടങ്ങും. എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സൂക്ഷിച്ച് വെക്കും. അപ്പോൾ സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് ഉണ്ട്, ആ സൂക്ഷിച്ച് വെക്കുക പറഞ്ഞാൽ കീപ്പ് എ ജേണലാണ്. പിന്നെ ഒരു ദിവസം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും അല്ലേ, അതിന് മാറ്റങ്ങളുണ്ട്, ഒന്നുകൂടി മാറ്റി എഴുതും. അപ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആവാലോ എന്ന് ഞാനൊന്ന് ചിന്തിക്കും. അപ്പോൾ എന്ത് ചെയ്യും, തിങ്ക് ക്രിറ്റിക്കലി വരും. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ആ എഴുതിയ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ കളക്ട് ചെയ്താലോ, അപ്പോൾ ഡെവലപ്പ് എന്ത് ചെയ്യും, റിസർച്ച് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഞാൻ പറയും ഞാൻ എഴുതിയതൊക്കെ ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യും. അതിന് ഞാൻ നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റിയ രീതിയിൽ എഴുതണേ, നല്ല ലാംഗ്വേജ് വേണ്ടേ. അപ്പം നന്നായിട്ട് ലാംഗ്വേജിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. അപ്പം ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. അപ്പോൾ എന്താണ്, ഹൗ ടു മാസ്റ്റർ ദ ടെക്നിക് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ടെക്നിക്സിനെ എങ്ങനെയൊക്കെ മാസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്, ടെക്നിക്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഹൗ ടു മാസ്റ്റർ ദ ടെക്നിക്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പം അവിടെ ഏതാണ് വരുന്നത്, നമ്മൾ ഈ 6 സ്റ്റെപ്സ് പറയാം. പിന്നെ എന്താണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് ചോദിച്ചാലും ഈ ആൻസറാണ് എഴുതേണ്ടത്. ഹൗ ടു ഇംപ്രൂവ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് ചോദിച്ചാലും ഈ 6 സ്റ്റെപ്സ് ആണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്, അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സ്കില്ല് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം എന്താ തുടങ്ങുക, ഫ്രീ റൈറ്റിംഗ്. എന്നിട്ട് എന്ത് ചെയ്യും, സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ സൂക്ഷിച്ച് വെക്കും, കീപ്പ് എ ജേണൽ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കും, തെറ്റൊക്കെ തിരുത്തി ഒന്ന് എഴുതി നോക്കും. അതെന്താണ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇനിയും കുറച്ചുകൂടെ നന്നാക്കി എഴുതാലോ എന്ന് ഞാൻ ചിന്തിക്കും. അതിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞാൻ തന്നെ സ്വയം കണ്ടെത്തും. അപ്പോൾ തിങ്ക് ക്രിറ്റിക്കലിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഇത് പോരാ, എനിക്ക് യൂണിവേഴ്സിറ്റിക്ക് പബ്ലിഷ് ചെയ്യാനുള്ളതാണ്, എനിക്ക് സ്കിൽ കിട്ടണം, ഞാൻ നല്ലൊരു റൈറ്ററായി അറിയപ്പെടണം എന്നൊക്കെ ഉണ്ടല്ലേ, എൻ്റെ പേപ്പർ നല്ല ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് ഡെവലപ്പ് റിസർച്ച് സ്കിൽ. പിന്നെ ലാസ്റ്റ് എന്താണ്, അത് മാത്രം പോരാ, എൻ്റെത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തണം, എനിക്ക് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ കഴിയണ നല്ല യൂസ് ഓഫ് ലാംഗ്വേജ് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, നന്നായി ലാംഗ്വേജ് പഠിക്കും. അപ്പോൾ ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. ഇത്രയാണ് 6 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എളുപ്പത്തിൽ ഓർക്കാം. ഇനി സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുമ്പം എന്താണ്, ഫ്രീ റൈറ്റിംഗ്. അവിടെ ആരെങ്കിലും നിങ്ങളെ തടയാനുണ്ടാവുമല്ലോ. അപ്പോൾ റൈറ്റ് സംതിങ് വിത്തൗട്ട് ബോദർ അബൌട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഓർ ലോജിക്കൽ ഓർഡർ. എഴുതുമ്പം ഗ്രാമർ മിസ്റ്റേക്കിനെ കുറിച്ചോ ലോജിക്കൽ ഓർഡറോ ഒന്നും ചിന്തിക്കേണ്ട. ഇറ്റ് ഈസ് എ വാമിംഗ് അപ്പ് ആക്ടിവിറ്റി. സ്വയം നമ്മൾ എന്താണ്, നമ്മളെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക, വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയെടുക്കുന്ന പോലെ. ലെങ്ത് ഈസ് നോട്ട് സ്പെസിഫൈഡ്. ആരും നിങ്ങൾ എത്ര എഴുതണം, ഇത്ര പേജ് എഴുതണം എന്ന് ലെങ്ത് ഒന്നുമില്ല. ദർ ഈസ് നോ വൺ ടു ഇവാലുവേറ്റ് യു. ആരും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനൊന്നും അവിടെ നിൽക്കുന്നില്ല, എക്സാമിനർ ഒന്നുമില്ല. ദ മെയിൻ ഓബ്ജക്റ്റീവ് ഈസ് ടു കീപ്പ് യു റൈറ്റിംഗ്. അതിൻ്റെ മെയിൻ ഓബ്ജക്റ്റീവ് എന്താ, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫ്രീ റൈറ്റിംഗ് അത്രയേ ഉള്ളൂ. ഇനി കീപ്പ് എ ജേണൽ. അതെങ്ങനെ സൂക്ഷിക്കണം, കീപ്പ് ഫയലിംഗ് അറ്റ്ലീസ്റ്റ് എ പേജ് എ ഡേ. നിങ്ങൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഫയൽ ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക. അപ്പം നിങ്ങൾ എളുപ്പത്തിൽ പറയാം, നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഫയൽ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് ഹെൽപ്സ് ടു എക്സ്പ്രസ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നു. ഇറ്റ് ഈസ് കെപ്റ്റ് പേഴ്സണൽ. നിങ്ങൾ എന്തായിരിക്കണം, ഇത് പേഴ്സണൽ ആയിരിക്കണം. അതാണ് കീപ്പ് എ ജേണൽ. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് റീഡിങ്ങും റൈറ്റിങ്ങും. എന്താണ്, ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൺഗോയിങ് കോൺവെർസേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, റീഡിങ്ങും റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോൺവെർസേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലേ. ഹെൽപ്സ് ടു ഫോർമുലേറ്റ് റെസ്പോൺസസ്. നമുക്ക് റെസ്പോൺസസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ
പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ എന്താണ് വായിച്ച് ഒക്കെ കഴിയുന്ന സമയത്ത് ഇങ്ങനെയല്ല, അങ്ങനെ ആളുകൾ അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്താലോ, അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് നമുക്ക് എഴുതുകയും ചെയ്യാം, മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം വായിക്കുന്നതിലൂടെ. അതാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ദെൻ തിങ്ക് ക്രിറ്റിക്കലി. ഇതൊന്നും വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് വെക്കരുത്. ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് ഓരോന്നും. എന്താണെന്ന് മനസ്സിലാക്കുക, സ്വയം എഴുതുക, അത്രയേ ഉള്ളൂ. തിങ്ക് ക്രിറ്റിക്കലി, തിങ്ക് ക്ലിയർലി ആൻഡ് ലോജിക്. തിങ്ക് ക്രിറ്റിക്കലി എന്ന് പറയുമ്പോൾ എന്താണ്? തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. തിങ്ക് ക്രിറ്റിക്കലി എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുക. അപ്പോൾ തെറ്റുണ്ടാവാം, ശരിയുണ്ടാവും, അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും, അല്ലേ? ഗുഡ് സൈഡ് ഉണ്ടാവാം, ബാഡ് സൈഡ് ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി എഴുതുക. തിങ്ക് ക്രിറ്റിക്കലി എന്ന് പറയുമ്പം നന്നായി വ്യക്തതയോടെ ചിന്തിക്കുക, ലോജിക്കലി, അല്ലേ? തിങ്ക് ക്ലിയർലി ആൻഡ് ലോജിക്കലി. ഹെൽപ്സ് ടു ഇൻസ്പെക്ട് ക്ലോസ്ലി. നമ്മൾ ക്രിട്ടിക്കലി നമ്മളൊരു കാര്യത്തിനെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ നടത്തും ടോപ്പിക്കിൻ്റെ. അപ്പോൾ ഒരു ക്ലോസ് ഒബ്സർവേഷൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? നന്നായി ചിന്തിച്ചാൽ നന്നായിട്ട് എഴുതാം. തിങ്കിങ് റിഫൈൻ റൈറ്റിംഗ്. നമ്മളെ തിങ്കിങ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളെ റൈറ്റിംഗ് എന്തായി മാറും? പെർഫെക്റ്റായി മാറും. പിന്നെ എന്താണ്? നമ്മളെ ഹിഡൻ അജണ്ടാസ് എന്തൊക്കെയാണ്, നമ്മൾ ഉള്ളിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളുള്ളിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ സാധിക്കുന്നു. പിന്നെ ഡെവലപ്പ് റിസർച്ച് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. റിസർച്ചിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സീരിയസ് എൻക്വയറീസിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസർച്ച് എന്ന് പറയുന്നത്. സീരിയസ് എൻക്വയറീസ് ആർ റെഫേർഡ് ടു ആസ് റിസർച്ചേഴ്സ്. അപ്പം നിങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. റിസർച്ച് സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ ആദ്യം തപ്പയോടെ പോയിട്ട് ഗൂഗിളിൽ നോക്കും, അല്ലേ? നമ്മളെ അല്ലാത്ത മീഡിയാസ്, നമ്മൾ മറ്റ് അവിടെ പോയിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ കാര്യങ്ങൾ തിരക്കി ആ ഒരു പ്ലേസിനെ കുറിച്ച് അത് കണ്ടതിനേക്കാളും കൂടുതൽ നമ്മൾ ക്ലിയർ ആക്കി ഓവറോൾ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കും. അതൊക്കെയാണ് ശരിക്കും എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സീരിയസ് ആയിട്ട് എൻക്വയറി ചെയ്യുക. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ എന്താണ്? ഒരു റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്കറിയുന്ന, നമ്മൾ ഏത് ലാംഗ്വേജിലാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജിലെ ഗ്രാമർ മിസ്റ്റേക്സും ഒന്നുമില്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ എഴുതാൻ പഠിക്കുക. അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോയട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫെമിലിയർ എന്താ പറയുക ടേംസ് ഒക്കെ ഉണ്ടാവും. മെറ്റഫർ, സിമിലി, ഇമേജറി, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി വേറെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? അതിൻ്റെ എന്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. വേർഡ്സ് ഉണ്ടാവും, ഓരോരുത്തരുടെ കോഡ്സ് ഉണ്ടാവും, റൈറ്റേഴ്സ് ഉണ്ടാവും. കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്? അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നീക്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി അവിടെ പറയുന്നത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അക്കാഡമിക് മെറ്റീരിയലും നോൺ അക്കാഡമിക് മെറ്റീരിയലും ഉണ്ട്. അക്കാഡമിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പായിട്ട് നമുക്കറിയാം ബുക്ക് വരുന്നുണ്ട്, പിന്നെ എന്താണ്? സെമിനാർ പേപ്പേഴ്സ് വരും, തീസിസ് പേപ്പേഴ്സ് വരും, റിസർച്ച് റിപ്പോർട്ടുകൾ, പിയർ റിവ്യൂഡ് ജേണൽസ്, ഇതൊക്കെയാണ് അക്കാഡമിക് മെറ്റീരിയൽ. ഇനി നോൺ അക്കാഡമിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിലെന്ത് വരുന്നുണ്ട്? ന്യൂസ് പേപ്പർ വരുന്നുണ്ട്, മാഗസിൻസ് വരുന്നുണ്ട്, പിന്നെ എന്താണ്? റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ വരുന്നുണ്ട്, വീഡിയോസ് ഫ്രം യൂട്യൂബ്. അതുകൊണ്ടാണ് നോൺ അക്കാഡമിക് റിലയബിൾ സോഴ്സ് എന്ന് വേണം എന്നൊക്കെ പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ. നോൺ അക്കാഡമിക് വീഡിയോ ഫ്രം യൂട്യൂബ് ഒക്കെ എപ്പോഴും ചില സമയത്ത് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും റിലയബിൾ അല്ല. പിന്നെ മോസ്റ്റ് വെബ്സൈറ്റ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ സൈറ്റ്സ്, മൊബൈൽ നെറ്റ്വർക്കിംഗ്, അതൊക്കെ എന്തിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു? നോൺ അക്കാഡമിക് മെറ്റീരിയൽ. അപ്പോൾ 2 എക്സാമ്പിൾസ് എന്തിൽ നിന്നും 2 പഠിച്ചു വയ്ക്കുക. അക്കാഡമിക് എസ്സേയ്സും നോൺ അക്കാഡമിക് എസ്സേയ്സിലും എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അക്കാഡമിക് എസ്സേയിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഫോമൽ യൂസ് ഓഫ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? കൊളോക്കിയൽ യൂസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്, പ്ലേജറിസം, ഓണർ കോഡ്. ഇത്രയും കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാം. എന്താണ്? വാട്ട് ഈസ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെൻ എ പേപ്പർ ഇസ് സബ്മിറ്റഡ് ബൈ എ സ്കോളർ ഫോർ പബ്ലിക്കേഷൻ to a journal is sent to another scholar by the editor of the journal without the names and other details of the writer. The reviewers read the paper and determine if the paper is worth publishing.
ഐഡൻറ്റിറ്റി ഓഫ് ദ റിവ്യൂയർ ഈസ് നെവർ ഡിസ്ക്ലോസ് ടു ദ ഓതർ ഓഫ് ദ പേപ്പർ. അതാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്. കണ്ണ് മൂടിക്കെട്ടിയ ഒരവസ്ഥ, ആരാണ് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം ബ്ലൈൻഡ് പിയർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു പേപ്പർ എഴുതി, ആ പേപ്പർ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്തു, ആ ജേണൽ എഡിറ്ററിൻ്റെ അടുത്തേക്ക് പോയി. എഡിറ്റർ എന്ത് ചെയ്യും? പബ്ലിഷറിനോട് ഇതാരതാണ് എന്ന് പറയില്ല. അപ്പോൾ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന പേപ്പറാണ് അങ്ങനെയൊന്നും റിവീൽ ചെയ്ത ഐഡൻറ്റിറ്റി ഓഫ് ദ റിവ്യൂവർ ഈസ് ഡിസ്ക്ലോസ്ഡ്, ഈസ് നെവർ ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ എന്താണ്? ഞാൻ എഴുതിയ ആളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും പുറത്ത് പറയാതിരിക്കുക. ആര്? എഡിറ്റർ. ആ പ്രോസസ്സിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്ലേജറിസം എന്ന് പറഞ്ഞു. എന്താണ് പ്ലേജറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ കോപ്പി അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുതന്നെ സംഭവം. അതാണ് ഇൻ സിമ്പിൾ പ്ലേജറിസം ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ് ആൻഡ് വർക്ക്സ് ആൻഡ് പാസിംഗ് ദം ആസ് വൺസ് ഓൺ. അത്രയേ ഉള്ളൂ. അപ്പം എന്താണ്? പ്ലേജറിസം ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ് ആൻഡ് വർക്ക്സ് ആൻഡ് പാസിംഗ് ദം ആസ് വൺസ് ഓൺ. മറ്റുള്ളവരുടെ ആശയങ്ങളൊക്കെ മോഷ്ടിച്ചെടുത്തിട്ട് അവനവൻ്റേതാക്കി മാറ്റുക. ആ ഒരു സംഭവത്തിനെയാണ് പ്ലേജറിസം എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ആക്ട്, എ സീരിയസ് ഒഫൻസ് ആൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധാർമ്മികപരമായിട്ടുള്ളതല്ല. എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന സംഭവമാണ്. സീരിയസ് ഒഫൻസ് ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? കുറ്റകൃത്യത്തിലൊക്കെ പെടുന്നതാണ്. മറ്റുള്ളവരതൊക്കെ മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഇനി എന്താണ് അതിന് ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് അവോയ്ഡ് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. That is, every idea borrowed from others need to be acknowledged in the text of your paper by separating them using the quotation marks and providing the details of other sources. നമ്മൾ ഇനി പദവാ നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ കോഡ്സും കാര്യം, മറ്റ് റൈറ്റേഴ്സിൻ്റെ കോഡ്സും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് ചില സമയത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്ലേജറിസം ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കോഡ്സിലൊക്കെ എഴുതണം. നിങ്ങൾ എന്താണ് പറയുക, പാരന്തറ്റിക്കൽ സൈറ്റേഷനും ഇൻടെക്സ്റ്റ് സൈറ്റേഷനും ഒക്കെ പഠിച്ചിട്ടില്ലേ? അതിൽ ബ്രാക്കറ്റിലൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഓണർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൈറ്റ് ഫോർ ആൻ ഇനി അടുത്ത് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഓണർ കോഡ് എന്ന് പറയുന്നത്. എന്താണ് ഓണർ കോഡ് എന്ന് പറഞ്ഞാൽ? സം യൂണിവേഴ്സിറ്റീസ് മേക്ക് ഇറ്റ് മാൻഡേറ്ററി ഫോർ ഓൾ സ്റ്റുഡൻസ് ടു സൈൻ ആൻ അഗ്രിമെൻറ്റ് കോൾഡ് ഓണർ കോഡ് അറ്റ് ദ ടൈം ഓഫ് എൻറോളിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസ്. നമ്മളൊരു അക്കാഡമിക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പ്രോഗ്രാമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും സേർട്ടൺ അഗ്രിമെൻറ്റ്സിലൊക്കെ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കും. അപ്പം ഓണർ കോഡ് ഈസ് ലൈക്ക് എ പ്ലെഡ്ജ് ടേക്കൺ ബൈ സ്റ്റുഡൻസ് ടു ദ എഫക്ട് ദാറ്റ് ദേ വിൽ അപ്ഹോൾഡ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് വിൽ നോട്ട് എൻഗേജ് ഇൻ എനി കൈൻഡ് ഓഫ് ചീറ്റിംഗ്, സ്റ്റീലിംഗ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഓണർ കോഡ് ഈസ് ലൈക്ക് ആൻ അഗ്രിമെൻറ്റ് സൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് വൈൽ എൻറോളിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസ്. അപ്പം ഓണർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അഗ്രിമെൻ്റ് ആണ്. യൂണിവേഴ്സിറ്റിയാണ് അവർ നമ്മളെ കൊണ്ട് അത് സൈൻ ചെയ്യിക്കുന്നത്. ഓരോ അക്കാഡമിക് പ്രോഗ്രാംസിലും എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്താണ്? അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി വിട്ട് കളിക്കില്ല. അതായത് മറ്റുള്ളവരുടെ സാധനങ്ങളിതൊന്നും ഐഡിയാസൊന്നും നമ്മൾ മോഷ്ടിക്കില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഓണർ കോഡ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഭാഗമാണ്. ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജേണൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എഡിറ്റർ എന്ത് ചെയ്യില്ല, ആരാണ് റൈറ്റർ എന്നുള്ള കാര്യങ്ങളൊന്നും എന്താ പറയുക മറ്റുള്ളവർക്ക് റിവ്യൂവറിന് അറിയിച്ചു കൊടുക്കില്ല. അതാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്. പ്ലേജറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞു? പ്ലേജറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ് ആൻഡ് വർക്ക് ആൻഡ് പാസിംഗ് ദം ആസ് വൺസ് ഓൺ ആൻഡ് യൂസ് ദം, അങ്ങനെയും പറയാം, ആൻഡ് യൂസ് ദം ആസ് വൺസ് ഓൺ. നമ്മളെ സ്വന്തം ഐഡിയ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊരു ഒഫൻസീവ് ആക്റ്റാണ്, അൺഎത്തിക്കൽ ആക്റ്റാണ് എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം. നമ്മളെ ഇൻറ്റഗ്രിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇനി അങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് മറ്റ് റൈറ്റേഴ്സിൻ്റെ കോഡ്സും സെൻറ്റൻസും ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കോഡ്സ്, കൊട്ടേഷൻ മാർക്സ് ഒക്കെ യൂസ് ചെയ്യുക, ബ്രാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് എഴുതുക. പിന്നെ ഓണർ കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ആൻ അഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലെഡ്ജാണ്. യൂണിവേഴ്സിറ്റി ഓരോ അക്കാഡമിഷ്യൻസിനെ കൊണ്ടും ഓരോ അക്കാഡമിക് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി സൈൻ ചെയ്യിക്കുന്ന ഒരു പ്ലെഡ്ജാണ് എന്ത് എന്ന് പറഞ്ഞത്? ഓണർ കോഡ് എന്ന് പറയുന്നത്. അത് എന്ത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? പ്ലേജറിസം എന്ന് പറയുന്ന ഒരു ആക്ട് എത്രത്തോളം നിർത്തലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ചെയ്യുന്നതാണ് എന്ത് എന്ന് പറഞ്ഞാൽ പ്ലേജറിസം എന്ന് പറഞ്ഞാൽ, ഓണർ കോഡ് എന്ന്
പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കോറായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക, വാരി വലിച്ച് പഠിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. എക്സാം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്.